ജൂൺ മാസം 24-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട്, പുതിയ അറിവുകൾക്കായിട്ട്, അതിനുവേണ്ടിയുള്ള നടത്തിപ്പുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ സാധാരണ നമ്മൾ വായിക്കുന്നത് പോലെ രണ്ട് വേദഭാഗങ്ങൾ വായിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യവും 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും. ദൈവത്തിൻ്റെ വചനവും ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൽ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. സത്യവചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനായിരിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ ആധാരമായിട്ട് ഈ രണ്ട് വേദവാക്യങ്ങൾ നാം വായിക്കുകയുണ്ടായി. ദൈവവചനത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ, പഠിപ്പിക്കുന്ന ആരായാലും, അത് ഞാനുൾപ്പെടെ, അത് സത്യസന്ധമായിട്ട് ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ അത് ലജ്ജയ്ക്ക് കാരണമാകും എന്നുള്ളതും തിരുസന്നിധിയിൽ ഓർക്കുകയും കേൾവിക്കാരെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രാഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. കർത്താവ് യേശുക്രിസ്തു പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനും, എന്നാൽ ആ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു യഹൂദനായിട്ട് ദാവീദിൻ്റെ ഗോത്രത്തിൽ ദാവീദിൻ്റെ ജഡപ്രകാരം ജനിച്ചവനുമാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട വിഷയമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കൂട്ടിവരുത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ, അതിലാഴമായ ദൈവിക സത്യങ്ങൾ പഠിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ദൈവിക വെളിപാടുകളെക്കുറിച്ചും പുത്രൻ മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്ത പാപപരിഹാരയാഗത്തെക്കുറിച്ചെല്ലാം ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പഠിപ്പിക്കണമേ. അത് മനസ്സിലാക്കുവാൻ, അത് ഹൃദയത്തെ മാറ്റുവാൻ, ഒരു മാനസാന്തരമുണ്ടായി കർത്താവിലേക്ക് തിരിയുവാൻ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ, ജീവനുള്ളവരായി തീരുവാൻ, പ്രത്യാശയും കൃപാസനത്തോട് അടുക്കുവാനുള്ള പ്രാഗൽഭ്യമുള്ളവരായി തീർക്കണമേ എന്ന് കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഞാൻ പഠിച്ചു വരുന്നത് എബ്രായ ലേഖനമാണ്, അതിൻ്റെ മുഖവരെയാണ്. എന്നാൽ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് ധാരാളം പഠിക്കുന്നുണ്ട്. ഒരു മുഖവരയോടുള്ള ബന്ധത്തിൽ പഠിക്കുകയും അതോട് ബന്ധത്തിൽ
ഓരോ അധ്യായവും ഞാൻ പഠിച്ചു വരികയാണ്. തീർച്ചയായിട്ടും വളരെ ശ്രേഷ്ഠമായ ഒരു പഠനം തന്നെയാണ്. എന്നാൽ അത് മൊത്തത്തിൽ കേൾവിക്കാർക്ക് ലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കുറവുകളുണ്ട്. എന്നാൽ ശരിയായിട്ടില്ല പഠിപ്പിക്കുന്ന ആൾ കർത്താവായ യേശു ക്രിസ്തുവും ദൈവം തന്നെയാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യാകുലമില്ല. കാരണം ദൈവം തൻ്റെ വേല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എബ്രായലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട അടിസ്ഥാന ഉപദേശങ്ങൾ നമുക്ക് കാണാനും കഴിയും. അടിസ്ഥാന ഉപദേശങ്ങൾ, ക്രൈസ്തവ വിശ്വാസം എന്താണ്? ആ വിശ്വാസം അത് നമ്മുടെ കൺഫെഷൻ എന്നാണ് അതിനെക്കുറിച്ച് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം പറഞ്ഞ അതേ കാര്യങ്ങൾ ഏറ്റുപറയുക. ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനാണ് കൺഫെഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മലയാളത്തിലേക്ക് അത് സ്വീകാര്യം എന്നെല്ലാം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ സത്യങ്ങൾ, ക്രൈസ്തവ അടിസ്ഥാനങ്ങൾ മുറുകെ പിടിച്ച് മരിക്കുന്നവരെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും, അനുഗ്രഹീതമായിരിക്കും. എന്നാൽ എബ്രായ ലേഖനം നമ്മൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് വന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ വരികയും അതിനോടുള്ള ബന്ധത്തിൽ അവർ ഈ വിശ്വാസം മുറുകെ പിടിക്കാതെ അവർ പഴയതിലേക്ക് പോയി എന്നുള്ള ഒരു സൂചന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ധാരാളമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസ സത്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് മുറുകെ പിടിച്ചു കൊള്ളണം. കർത്താവ് യേശു ക്രിസ്തുവിനെ വിടരുത്. അവൻ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനും, അവൻ നൽകുന്ന രക്ഷ പരിപൂർണവുമാണ്. അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് ആവശ്യമില്ല. അത് സ്വസ്ഥതയും സമാധാനവും നിത്യമായ പ്രത്യാശയും നൽകുന്ന ഒന്നാണ് എന്ന് ഈ ലേഖനം നമ്മളെ പഠിക്കുമ്പോൾ നമ്മളെ ഓർപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ മനുഷ്യരാണ്, കുറവുള്ളവരാണ്. തേജസ്കരിക്കപ്പെടുന്നത് വരെ, പുനരുത്ഥാനം മാത്രമല്ല തേജസ്കരി വരെ നമുക്ക് പ്രയാസങ്ങളുണ്ട് എന്ന് നമുക്ക് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഈ കർത്താവിൽ പൂർണ്ണമായി മനസ്സിലാക്കി അവൻ വിശ്വസിച്ച് അവനോട് കൂടെ നടന്ന് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഉപദേശം അല്പമായി പഠിച്ചു. പുത്രനെക്കുറിച്ചുള്ള ഉപദേശം, രക്ഷയുടെ ദൈവശാസ്ത്രം, ദൈവിക വെളിപാടുകളുടെ ആരംഭം, അതിൻ്റെ പുരോഗമനം, അതിൻ്റെ അവസാനം. നമ്മൾ പ്രോഗ്രസീവ് റെവലേഷൻ എന്നുള്ളൊരു വാക്കുകൊണ്ടാണ് അത് നാം പഠിച്ചു വരുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്ത വിധത്തിൽ ആഴമായ ദൈവിക സത്യങ്ങളാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം നമ്മൾ പഠിക്കുമ്പോൾ ത്രിത്വം, ദൈവം സത്തയിൽ ഏകനും വ്യക്തിയിൽ മൂന്നും. ഇതൊരു ജന്മം കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുമോ? കാരണം നമ്മൾ സൃഷ്ടി എന്നുള്ള നിലയിൽ സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള ഉപദേശം എന്ത് വെളിപ്പെടുത്തിയോ അത് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് വിഷമമാണ്. എന്നാൽ ദൈവം ആയിരിക്കുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് വളരെ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ അത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതാണ് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ അല്പമായിട്ട് നാം പരിശോധിച്ചത്. വെളിപാട് എബ്രായ ലേഖനം 1-ാം അധ്യായം തന്നെ തുടങ്ങുന്നത് ഗോഡ് സ്പോക്ക്, ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖകൻ ഈ എഴുത്ത് ആരംഭിക്കുന്നത്. ദൈവം സംസാരിച്ചു, ദൈവം പുത്രനിലൂടെ സംസാരിച്ചു. പിന്നെ പറയുകയാണ് ഈ പുത്രൻ ആരാണ് എന്നുള്ളത്. അതുകൊണ്ട് ദൈവം ആര്, ദൈവത്തിൽ എത്ര വ്യക്തികളുണ്ട്, അതിൽ പുത്രൻ ആര്, പരിശുദ്ധാത്മാവ് ആര്, ഈ ത്രിത്വത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ ഇവരുടെ ഓരോരുത്തരുടെയും വേലകൾ എന്താണ്, അത് വളരെ ശക്തമായ ഉപദേശം. ഇതാണ് നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട്
വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത്. അതിൽ ദൈവം ആര് എന്നുള്ളത് നമ്മൾ ഈ ലേഖനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട്, ദൈവം ആദിയിൽ, ദൈവം പണ്ട് ഭാഗമായി വിധുമായിട്ട് പ്രവാചകന്മാരെ പിതാക്കന്മാർ അരുളി ചെയ്തു. അപ്പോൾ ദൈവം അരുളി ചെയ്തു, സംസാരിച്ചു. അതിനുശേഷം പറയുകയാണ്, അവൻ ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവം സംസാരിച്ചു. നമുക്കറിയേണ്ട വിഷയങ്ങൾ അത് പറയുകയും അത് എഴുതുകയും അത് സൂക്ഷിക്കുകയും ചെയ്തു. അതാണ് വേദപുസ്തകം. അത് വളരെ ശക്തമായി, അത് വേദപുസ്തകത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതെങ്ങനെ നമുക്ക് ലഭിച്ചു എന്നുള്ളതും അതെങ്ങനെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് നമ്മൾ ഇൻസ്പിറേഷൻ, പ്രചോദനം താൽ എഴുതപ്പെടുകയും ദൈവത്തിൻ്റെ കാവലും അതിന്മേലുള്ളത് കൊണ്ട് നമുക്കിന്നത് മനസ്സിലാക്കാം. നമ്മുടെ കയ്യിൽ ഈ 66 പുസ്തകങ്ങൾ ലഭിച്ചു എന്നുള്ളതും ദൈവത്തിന് നന്ദി കരയറ്റേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെ ദൈവം ഉണ്ട് എന്നുള്ളത് ശക്തമായ ഒരു ഉപദേശമാണ്. നമ്മുടെ അടിസ്ഥാന ഉപദേശമായിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എബ്രായ ലേഖനം 11-6 വാക്യത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവൻ ദൈവം ഉണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നുകൊണ്ട് വിശ്വസിക്കേണ്ടതാവുന്നു. വിശ്വാസം കൂടാതെ ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. അവനുണ്ട് എന്ന് ആദ്യം വിശ്വസിക്കണം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വം അത് പ്രധാനമായൊരു വിഷയമാണ്. അവൻ സംസാരിച്ചു, അവൻ സൃഷ്ടാവാണ്. എന്നാൽ ഈ വെളിപ്പാടുകളിലൂടെ, അതിന് നമ്മൾ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കത് പുത്രനാണ് ഈ സൃഷ്ടികർമ്മം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിൽക്കാലങ്ങളിലുള്ള വെളിപ്പാടുകളിൽ ദൈവം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചരിത്രത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അങ്ങനെ വെളിപ്പാടുകൾ ആരംഭിച്ചു, അത് പുരോഗമിച്ചു. എന്നാൽ ദൈവം നിശ്ചയിച്ച സമയത്ത് അത് അവസാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ശേഷം പിന്നെ വെളിപ്പാടുകളില്ല. അതുകൊണ്ട് ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മളിത് വായിക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക, അത് വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് ചില പ്രത്യേകതകളുണ്ട്. ഭാഷയുടെ പ്രത്യേകതകളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ദി ഗോഡ് എന്നുള്ളത് നമ്മൾ പറയാറില്ല. ഗോഡ് എന്ന് പറഞ്ഞാൽ അത് ദി ഗോഡാണ്. കാരണം ഒരു ദൈവമേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രീക്കിൽ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്, ആർട്ടിക്കിൾ ഇല്ലാത്ത ഇൻഡിഫിനിറ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങളുമുണ്ട്. അപ്പോൾ ദി ഗോഡ് എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയും. ദി ഗോഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ദൈവത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഈ ദി ഗോഡ്, ഹോ തയോസ് എന്ന വാക്ക് അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദി ഗോഡ്, അത് ഇംഗ്ലീഷിലല്ല, എബ്രായ ഭാഷയിൽ, യമന ഭാഷയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ പഠനമാണ് എബ്രായ ലേഖനത്തിൽ നിന്ന് പഠിക്കുന്നത്. അങ്ങനെ 66 പുസ്തകങ്ങളിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ് ദൈവശാസ്ത്രം, ദൈവത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം, വെളിപ്പാടുകൾ എന്താണ് എന്നുള്ളത്. 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പുത്രനോടോ ദൈവമേ നിൻ്റെ സിംഹാസനമെന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കിയാൽ ദൈവമോ നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽപരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ നീ പൂർവ്വകാലത്തെ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുമല്ല എന്നും. അപ്പം അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ സ്വഭാവം എന്ത്, അവൻ്റെ ബീയിങ്, അവൻ്റെ സത്ത എന്ത് എന്നുള്ള കാര്യങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ആദിമ വർഷങ്ങളിൽ ഏകദേശം 400 വർഷം, 4 നൂറ്റാണ്ടുകൾ വളരെ ശക്തമായ പഠനങ്ങൾ ഇതിനെക്കുറിച്ച്
ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 435 നമ്മുടെ വിശ്വാസപ്രമാണം രചിക്കപ്പെടുവാനിടയായിത്തീർന്നത്. അതെല്ലാം നമ്മൾ വാസ്തവത്തിൽ ഉരുവിടുകയും മനഃപ്പാഠമാക്കുകയൊക്കെ ചെയ്ത വിഷയമാണ്. പക്ഷേ എന്നാൽ ഇതൊക്കെ വാസ്തവമായിട്ട് അത് നമ്മുടെ വിശ്വാസ സംഹിതയുടെ ഭാഗമായി, അത് നമ്മുടെ അടിസ്ഥാനമായി അത് നിലനിൽക്കുന്നുണ്ടോ, അതനുസരിച്ചാണോ നമ്മുടെ ക്രൈസ്തവ ജീവിതവും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യം. അവിടെയാണ് ഈ എബ്രായ ലേഖനത്തിലെ വായനക്കാർക്ക് പറ്റിയ പ്രശ്നം. നമ്മുടെയും പ്രശ്നം അതൊക്കെ തന്നെയാണ്. നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അത് എന്തൊക്കെയാണ്. ഇവിടെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നിത്യമായ സ്വഭാവത്തെക്കുറിച്ചും എല്ലാം ഇവിടെ നമുക്ക് വെളിപ്പാടുകളായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. അതുകൊണ്ട് പിതാവായ ദൈവം പുത്രന് ഒരു ജനതയെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാതെ മക്കൾ എന്നുള്ള നിലയിൽ 2 തരം ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. 2 ഗ്രൂപ്പ്സ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇസ്രായേൽ, 2 സഭ, മണവാട്ടി സഭ. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ശക്തമായ ഉപദേശങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെ എബ്രായ ലേഖനം നാം പഠിച്ചു വരുമ്പോൾ നമ്മുടെ സാക്ഷാൽ ദൈവത്തെക്കുറിച്ച്, ഏക സത്യ നിത്യ ദൈവം, ത്രിത്വ ദൈവം, അവനെക്കുറിച്ചുള്ള ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് എബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് ഒരുപാട് ഉപദേശങ്ങളിൽ കടക്കാം. എങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറിനോ പഠിക്കാവുന്നതല്ലല്ലോ. തുടർന്നുള്ള ദൈവം നമ്മളെ നടത്തുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പഠിക്കാവുന്നതാണ്. അങ്ങനെ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അരുളി ചെയ്തു. എന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പുത്രൻ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവനെ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മൾ അരുളി ചെയ്തിട്ട് അവനെ താൻ സകലോപകാശി വഹിച്ച് ഓ മുഖാന്തരം ഉണ്ടായി. അപ്പോൾ അവനെ താൻ, അപ്പോൾ ഇവിടെ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദി ഗോഡ് ഹോത്തയോസ്, ഈ ദൈവം എന്ത് ചെയ്താണ്? പുത്രനിലൂടെ സൃഷ്ടി നടത്തി അവനെ സകലത്തിന് അവകാശിയായി വെച്ചു. അതിനുശേഷം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ. അതുകൊണ്ട് ത്രിത്വത്തിലെ പിതാവ് ആര്, പുത്രനാര്, പരിശുദ്ധാത്മാവ് ആര്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സത്തയിലുള്ള ഏകത്വം, എന്നാൽ വ്യക്തികളിലുള്ള ബഹുത്വം, അത് 3 അവരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യത്യാസമുണ്ട്. ഇതെല്ലാം നാം ശരിയായി മനസ്സിലാക്കേണ്ടതും അങ്ങനെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നാം മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ 3-ാം വാക്യത്തിൽ പറയുന്നത് അവൻ അവൻ്റെ തേജസ്സിൻ്റെ, അവൻ്റെ എന്ന് പറഞ്ഞാൽ പുത്രൻ ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനും ആകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഇവിടെ നൽകിയിരിക്കുകയാണ്. എന്നാൽ പുത്രനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് പിതാവുമായിട്ടുള്ള ആ സത്തയിലുള്ള ബന്ധമൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ തത്വത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും, ഇത് ദൈവിക സ്വഭാവമാണത്, ദൈവയുടെ സത്തയിലുള്ള. എന്നാൽ തത്വത്തിൻ്റെ മുദ്ര എന്നുള്ളത് POC ബൈബിളിൽ നല്ല തർജ്ജമയാണ്. അവിടെ അവർ തർജ്ജമ ചെയ്തിരിക്കുന്നത് സത്ത എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം നാം തിരിയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ അവിടത്തെ എന്ന് പറഞ്ഞാൽ പുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. അപ്പോൾ സത്ത എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാം ഗ്രീക്ക് ഭാഷയിൽ അത് നോക്കിയാൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹൂപ്പോസ്റ്റാസിസ് എന്നാണ്. ഹൂപ്പോ
സ്റ്റാസിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് ഈ സത്ത എന്ന് മലയാളത്തിലേക്ക് POC നല്ലൊരു പരിഭാഷയാണത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ, അവൻ്റെ ബീയിങ്, അവൻ്റെ നേച്ചർ, അവൻ്റെ ദിവ്യത്വം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ സത്ത, എസെൻസ് എന്ന് പറയും. അപ്പോൾ ദൈവം തൻ്റെ എസെൻസിൽ, തൻ്റെ സത്തയിൽ ദൈവം എന്താണോ അതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സത്ത ഉള്ളവരാണ്. ഇൻ വൺ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ അതിൽ 3 വ്യക്തികളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വ്യത്യാസം. അതിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ പുത്രൻ മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ആനന്ദകരമായിട്ടുള്ള ദൈവിക അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിനും അതിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും അത് ഗുണകരമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ പിതാവും പുത്രനും ഒരേ സത്ത എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു അടിസ്ഥാന ഉപദേശമാണ്. അതുപോലെ പുത്രനെ സംബന്ധിച്ച ഉപദേശം, ദൈവത്തെക്കുറിച്ച്, പുത്രനെക്കുറിച്ച് പ്രധാനമായിട്ട് 3 വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചു. ഒന്ന്, അവൻ ദൈവപുത്രൻ, ഈ സൺ ഓഫ് ഗോഡ്, ഈ സൺ, ബിഗോട്ടൻ സൺ എന്നാണ് വ്യക്തമായി പറയുന്നത്. അതുപോലെ മനുഷ്യപുത്രൻ എന്നുള്ള വാക്കും ഉപയോഗിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. അതിന് മനുഷ്യത്തെ കുറിക്കുന്നതാണ്. അത് മാത്രമല്ല, അവനെ കർത്താവ്, ദി ലോർഡ്, കുരിയോസ് എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പുത്രൻ ആരാണ് എന്നുള്ളതും നമ്മുടെ രക്ഷകനായ കർത്താവ് അവൻ ആരാണ്, അവൻ്റെ ആ കഴിവിൽ, അവൻ്റെ മഹത്വത്തിൽ അവൻ നമുക്ക് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ രക്ഷയുടെ ഉറപ്പ്, നമ്മുടെ നിത്യതയുടെ ഉറപ്പ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറപ്പ് ഈ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുക. എന്നാൽ അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുകയാണ്. എന്നാൽ അത് സഭ ഏറ്റെടുത്തു, സംഘങ്ങൾ ഏറ്റെടുത്തു, സാത്താൻ്റെ കീഴിൽ ഒരുപാട് ദൈവങ്ങളും ഒരുപാട് മതങ്ങളും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വാസ്തവമായിട്ട് ശരിയായിട്ടുള്ള ഏക സത്യ നിത്യ ത്രിത്വ ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അത് നമ്മുടെ പാപക്ഷമ നമുക്ക് ലഭിക്കേണ്ടതും നിത്യമായ പ്രത്യാശയിലേക്ക് കടക്കേണ്ടതും നമ്മളെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നാം പരിഗണിച്ചത് രക്ഷയുടെ ദൈവശാസ്ത്രമാണ്. ഈ രക്ഷയെ സംബന്ധിച്ച് വേദപുസ്തകം എന്തു പറയുന്നു, പാപത്തെക്കുറിച്ച് വേദപുസ്തകം എന്തു പറയുന്നു, എന്തൊക്കെ വെളിപ്പാടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഈ പാപത്തിൻ്റെ പരിഹാരം എങ്ങനെയാണ്, അതിനെ സംബന്ധിച്ച് നമ്മൾ 1-2 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പരിഗണിക്കുകയുണ്ടായി. ആദ്യമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ പുത്രൻ പിതാവിനോട് സത്തയിൽ ഏകനായിരിക്കുന്ന സൃഷ്ടാവായ ആ പുത്രൻ മനുഷ്യാവതാരത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം നടത്തി, പ്യൂരിഫിക്കേഷൻ നടത്തി. നമുക്കറിയാം നമ്മുടെ രക്ഷ എന്നുള്ളത് മഹനീയമായ ഒരു കർത്തവ്യമാണ് കർത്താവ് ചെയ്ത് നമുക്ക് വേണ്ടി ചെയ്ത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പരിശുദ്ധനായ ദൈവത്തെ, ഈ പാപിയായ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ക്ഷമിച്ച് ദൈവത്തോട് അടുപ്പിക്കണമെങ്കിൽ, നിരപ്പ് വരുത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് ആവശ്യമായിരുന്നു. അതെല്ലാം കർത്താവ് ചെയ്തു. അതിലൊരു കാര്യമാണ് ഈ ശുദ്ധീകരണം എന്നുള്ളത്. പാപത്താൽ അശുദ്ധരായ നമ്മളെ, മലീനമസമായ നമ്മളെ ശുദ്ധി ഉള്ളവരാക്കി ദൈവസന്നിധിയിലേക്ക് കടത്തുകയാണ്. അതാണ് കർത്താവ് ചെയ്ത കാൽവരി ക്രൂശിലെ മരണത്തോട് സംബന്ധിച്ച് ചെയ്ത കാര്യങ്ങൾ. ഒരു കാര്യം മാത്രമാണ് ഈ ശുദ്ധി എന്നുള്ളത്. ഈ ശുദ്ധിയെ സംബന്ധിച്ച് നമ്മൾ 9-ാം അധ്യായത്തിലും ഇതിനെക്കുറിച്ച് ധാരാളം ഉണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, എബ്രായ ലേഖനം അതിൻ്റെ 14-ാം വാക്യം എഴുതിയിരിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർദ്ദീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ ശുദ്ധി ആവശ്യമാണ്. അത് ഈ കർത്താവായ യേശു ക്രിസ്തു നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പെന്ന നിങ്ങളുടെ മനസ്സാക്ഷി നിർജ്ജീവ പ്രവൃത്തികൾ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ഒരു ശുദ്ധീകരണം അത് കർത്താവ് യേശു നമുക്ക് ഉണ്ട് എന്നുള്ളത് എത്രയോ അതുപോലെ തന്നെ ഉണ്ടെന്നുള്ളത് വളരെ അനുഗ്രഹീതമായ വാക്യം. അതിൻ്റെ 22-ാം വാക്യത്തിലും ന്യായപ്രമാണം പ്രകാരം ഏകദേശം സകലവും രക്തത്തെ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടില്ല വിമോചനമില്ല.
അപ്പോൾ വിമോചനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, റെമിഷൻ ഓഫ് സിൻസ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷ സാധ്യമാവുകയുള്ളൂ. അത് ദൈവിക തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും അനുഗ്രഹീതമായ കാര്യങ്ങൾ. അതുപോലെ 23 വാക്യത്തിലും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 23 ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം, സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യമാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ തക്കവണ്ണം പുരോഹിതന്മാരെയും വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതനെയും ശുദ്ധി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവരെ അതിന് ശുദ്ധമാക്കണം, പ്യൂരിഫൈ ചെയ്യണം. അതുകൊണ്ട് ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഓരോ പുരോഹിതനും അവൻ്റെ ജീവിതം എത്രയോ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ജീവിതമായിരുന്നു. പുരോഹിതവർഗവും ലേവ്യ പുരോഹിതന്മാരും അഹറോൻ്റെ പിൻഗാമികളായ മഹാപുരോഹിതന്മാരും എത്രയോ ശുദ്ധി ഉള്ളവരായിട്ട്, എന്നിട്ട് പോലും അവർക്ക് ദൈവത്തിനെ കടന്നു ചെല്ലുവാനായിട്ട് ഞാൻ വാസ്തവമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടവനാണോ എന്ന് അവർക്ക് പിന്നെയും അവർക്ക് സംശയമായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വഴി ആ ശുദ്ധീകരണം നമുക്ക് പ്രാപിച്ചതുകൊണ്ട് അവനിലൂടെ ഇന്ന് കൃപാസനത്തെ നമുക്ക് സമീപിക്കും. എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു വാക്യം കൂടി വായിക്കും. 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇവിടെ 1-ാം വാക്യത്തോട് വായിക്കാം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കാരണം അത് വാസ്തവമാണത്. കാരണം എന്താ, അവരെല്ലാ വർഷവും പിന്നെയും ചെയ്തുകൊണ്ടിരുന്നു. 586 BC നെബൂഖദ്നേസർ വന്ന് അതിനെ നശിപ്പിച്ചു. അതിനുശേഷം 70 വർഷങ്ങൾ അവർ പ്രവാസത്തിലേക്ക് പോയി. അതിന് തിരിച്ചു വന്ന് അവർ ദേവാലയം പണിതു. പക്ഷെ ആ ദേവാലയത്തിൽ ദൈവസാന്നിധ്യം ഇല്ലായിരുന്നു. ആ ദേവാലയമാണ് ഹേരോദിൻ്റെ കാലത്ത് 2ാമത് പുതുക്കി പണിതത്. ആ ദേവാലയത്തിലാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവായ കർത്താവ് അവിടെയാണ് ശുശ്രൂഷ ചെയ്തത്. എന്നാൽ ഇവിടെ പറയുന്നത് ഈ യാഗങ്ങളാൽ, പഴയ നിയമ യാഗങ്ങളാൽ, ന്യായപ്രമാണപ്രകാരം നമുക്ക് സൽഗുണപൂർത്തി വരുത്തുകയില്ല. എന്നാൽ പിന്നെ പറയുന്നത്, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാവങ്ങളെക്കുറിച്ച് മനോഭാവം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് പിന്നെ പോകുകയില്ലായിരുന്നു. ഒരിക്കലും നമുക്ക് സൽഗുണപൂർത്തി വന്നുവെങ്കിൽ പിന്നെ എല്ലാ വർഷവും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശുദ്ധി സംബന്ധിച്ച് പഴയ നിയമത്തോട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ അത് നിഴലായിരുന്നു, ആ കാര്യങ്ങളെ സാക്ഷാൽ സ്വരൂപമല്ലായിരുന്നു. സാക്ഷാൽ സ്വരൂപം കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ കാൽവരി യാഗവുമാണ്, പ്രായശ്ചിത്തമാണ്, ശുദ്ധീകരണം. അത് ഒരിക്കലായി സംഭവിച്ചതുകൊണ്ട് അവനിൽ നമുക്കത് മൊത്തമായിട്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന മാത്രം മുതൽ നിത്യതയോളം അത് തുടരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അപ്രകാരം? ഇത് നിഴലിലെ സാക്ഷാലാണ്, യാഥാർത്ഥ്യമാണത്. അത് യാഥാർത്ഥ്യമായിരുന്നോ? കർത്താവ് യേശുവിൻ്റെ കാൽവരി മരണം അത് യാഥാർത്ഥ്യമായിരുന്നോ? അതിന് തെളിവെന്താണ്? അവന് 3-ാം ദിവസം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ അവർ കാണുകയെ സ്വർഗാരോഹണം ചെയ്തു. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു. അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. അവരെ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധം കാണിച്ചു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അവരെ ശുശ്രൂഷ തുടങ്ങിയത് 12 അപ്പോസ്തലന്മാർ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണത്. അപ്പം അതുകൊണ്ട് ഈ പഴയ നിയമത്തിൽ നമുക്ക് ലഭിക്കാതിരുന്നത് യേശുക്രിസ്തുവിൽ സാക്ഷാൽ യാഗം ആയതുകൊണ്ട്, ദൈവത്തിന് പ്രസാദകരമായതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ശുദ്ധീകരണം ലഭിക്കുന്നു എന്നുള്ളതാണ് 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്.
അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ആത്മീയ രക്ഷയുടെ ഒരു ഭാഗമാണ് ശുദ്ധീകരണം എന്നുള്ളത്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവസന്നിധിയിൽ കടക്കണമെങ്കിൽ ശുദ്ധി ആവശ്യമാണ്. ആ ശുദ്ധീകരണം നമ്മളെ തന്നെ കഴുകിയതുകൊണ്ടോ മാമോദീസ മുങ്ങിയതുകൊണ്ടോ ജലസ്നാനം എടുത്തുകൊണ്ട് നമ്മുടെ പാപത്തിന് നിന്ന് നമുക്ക് ശുദ്ധി ലഭിക്കുമോ? ഇല്ല. നമുക്ക് ലഭിച്ചു എന്നുള്ളതിന് അടയാളം മാത്രമാണ് നമ്മുടെ സ്നാനം. അത് വിശ്വാസത്താൽ ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആഴ്ചയിൽ പരിഗണിച്ചത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. പ്രായശ്ചിത്തം അത് 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണ് നാം കണ്ടത്. ഇതിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനിടയായി തീർന്നത്. പ്രായശ്ചിത്തം, പ്രൊപ്പീറ്റിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രൊപ്പീറ്റിയേഷൻ എന്ന് പറയുന്നത് ഈ കാൽവരി മരണത്തിൽ പിതാവായ ദൈവം സംപ്രീതനായോ? അവൻ്റെ കാൽവരി മരണം പൂർണ്ണമാണോ? അത് ദൈവത്തിന് തൃപ്തികരമായിരുന്നോ? ആണ് എന്നാണ് വേദോസം പറയുന്നത്. അതാണ് വെളിപ്പാട്. പഠിപ്പിക്കുക. അത് നമ്മൾ വായിച്ച് പഠിക്കുക, അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മനോഹരനാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാർക്ക് സദസ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. അതിന് കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ മനുഷ്യനുമാകേണ്ടത് ആവശ്യമായിരുന്നു. അതുമാത്രമല്ല, അവൻ യഹൂദനായിട്ട് ജനിക്കണമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഹൂദനല്ല എങ്കിൽ അവൻ നമ്മുടെ രക്ഷിതാവാകുകയില്ല. കാരണം ദൈവം തിരഞ്ഞെടുത്ത ആ എബ്രാഹവും വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിലെ 12 ഗോത്രന്മാരും അതിൽ ജെസ്സിയുടെ മകനായ ദാവീദിനോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ജനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആദാമിൻ്റെ സന്തതിയാണ്, എബ്രാഹിമിൻ്റെ സന്തതിയാണ്, ദാവീദിൻ്റെ സന്തതിയാണ്. മനുഷ്യനും യഹൂദനും ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റോമലേഖനത്തിൽ വായിക്കുമ്പോൾ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയെ ജനിച്ചവൻ. അതാണ് നമ്മുടെ കർത്താവ് യേശു. അവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പം അങ്ങനെ ശക്തമായ ഉപദേശങ്ങൾ നമുക്ക് ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ രക്ഷകൻ പൂർണ്ണ മനുഷ്യനും ജഡപ്രകാരം യഹൂദനുമായിരുന്നു. എന്നാൽ ഇന്ന് പല സഭകളിലും സംഭവിക്കുന്നത് എന്താ? ഈ ജഡപ്രകാരം യഹൂദനായവന് ഈ യഹൂദന്മാരെ തന്നെ ഒരു തള്ളിക്കളഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് ഗർഭധാരണത്തിലൂടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. അതോടുകൂടി ആ യുവതി ഒരു അമ്മയായി തീരുകയാണ്. എന്നാൽ അമ്മയായി തീരുന്നതോടുള്ള അതേ നിമിഷം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നിയമത്തിന് കീഴിൽ വരും. അതുകൊണ്ട് ആ അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ പോലും ഇഷ്ടം പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വയ്ക്കുകയാണ് നമ്മുടെ പല സഭകളും ചെയ്യുന്നത്. എത്രയോ ദുരുപദേശമാണത്. നമുക്ക് ദൈവം തന്ന യഹൂദനായ മശിഹായെ തന്നെ നമ്മൾ തള്ളിക്കളയുകയാണ്. യഹൂദ ജാതിയെ തള്ളിക്കളയുകയാണ്. ഇത് വളരെ അപരാധമാണ് എന്നുള്ളത് വേദപുസ്തകം പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പ്രായശ്ചിത്തത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ്. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി, ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. കർത്താവ് പരസ്യ ശുശ്രൂഷയുടെ കാലത്താണ് കർത്താവ് പറഞ്ഞ ഒരു സാക്ഷാൽ നടന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ 18-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരുണയുണ്ടാകണമേ എന്ന വാക്ക്, അതിനാണ് നമ്മുടെ ഈ പ്രൊപ്പീറ്റിയേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊപ്പീറ്റിയേഷൻ
എന്നാലത് നമുക്കറിയാം, ഒരു ക്രിയ, ഒരു വെർബിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. ആക്റ്റീവ് വോയിസ്, ഒന്ന് പാസീവ് വോയിസ്. അതിൽ ഗ്രീക്കിലേക്ക് വരുമ്പോൾ അതിനകത്ത് മിഡിൽ വോയിസും കൂടിയുണ്ട്. ഞാൻ എന്നെ തന്നെ കുളിപ്പിച്ചു എന്നുള്ള ചില പ്രയോഗങ്ങളുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൻ്റെ പ്രമാണം അനുസരിച്ച് പാസീവും ആക്റ്റീവും ഉള്ളൂ, ആക്റ്റീവ് ആൻഡ് പാസീവ്. ഇവിടെ ഇത് പാസീവ് വോയിസ് ആയതുകൊണ്ടാണ് ഇത് കരുണ എന്നുള്ളത്. എന്നാൽ പ്രായശ്ചിത്തം എന്ന ആ കാര്യത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത് കരുണയാണ്. അതിന് കനിവ്, കരുണ എന്നെല്ലാം അതിന് പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ആ വാക്ക് അവിടെ ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രായശ്ചിത്തം നൽകണമേ എന്നാണ് അവിടെ ചോദിച്ചത്. അത് ചോദിച്ചപ്പോൾ കിട്ടിയതാണ് അവന് കരുണ ലഭിച്ചു. ഇതെല്ലാം ദൈവശാസ്ത്രപരമായിട്ടും ലിംഗ്വിസ്റ്റിക്കലായിട്ടും ഭാഷാപരമായിട്ടൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ശുദ്ധീകരണം പോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഈ പാപപരിഹാരം, പാപക്ഷമയ്ക്ക് പാപപരിഹാരം ആവശ്യമായിരുന്നു. അത് കർത്താവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശുദ്ധീകരണം, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പാപപരിഹാരം, പ്രായശ്ചിത്തം കർത്താവ് നടത്തി. മൂന്നാമതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് പരിഗണിച്ചത് പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ചുമന്നു. ഈ ബോറസിൻസ്, നമ്മുടെ പാപങ്ങളെ ചുമന്നു. മനുഷ്യരാശിയുടെ ആദാമിൻ്റെ മക്കളുടെയും അവരുടെ മക്കളുടെയും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമന്ന അവൻ കാൽവരി ക്രൂശിൽ കയറി അവൻ്റെ അടിപ്പിണറിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ ഒരിക്കലായി നമ്മുടെ പാപങ്ങളെ ചുമന്ന് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അത് അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യവും 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. നമുക്ക് 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം വായിച്ചു തുടങ്ങാം. ഇബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. എന്നൊരു പഴയ നിയമപ്രകാരം കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണ്? 27-ാം വാക്യത്തിൽ പറയുന്നത്, അത് അവൻ തന്നെത്താൻ, കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. പഴയ നിയമത്തിലെ ന്യായപ്രമാണം അനുസരിച്ച് ലേവ്യ പുരോഹിതന്മാരും മഹാപുരോഹിതനും വർഷാവർഷം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കർത്താവ് യേശു ക്രിസ്തു ഒറ്റയാഗത്താൽ തന്നെ അർപ്പിച്ച് അത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള വിഷയം. അതുപോലെ 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യവും വായിക്കാം. നമുക്ക് 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇവിടെ ചുമന്നിട്ടുണ്ട്, അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനായി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യ വരവ്, ആദ്യത്തെ ഫസ്റ്റ് അഡ്വെൻറ്റ് എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ, ആദ്യത്തെ കാൽവരി ക്രൂശിൽ മരിക്കാൻ തക്കവണ്ണം അവൻ പുൽക്കൂട്ടിൽ ജാതനായി. അതാണ് ആദ്യത്തെ വരവ്. എന്നാൽ നീ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടി രണ്ടാമതൊരു വരവുണ്ട്. അത് ദൈവവചനം പറയുന്ന അവസാന കാര്യങ്ങളെക്കുറിച്ച്, അന്ത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. നമ്മൾ എസ്കറ്റോളജി എന്ന് പറയും. ഈ മനുഷ്യൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും, ലോകത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും, അവിശ്വാസികളുടെ ഗതി എന്തായിരിക്കും, അവസാനം എന്തായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ്. ഭൂമിക്ക്, സ്വർഗത്തിന് എന്ത് പറ്റും, മനുഷ്യർക്ക് എന്ത് പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം. നമ്മുടെ ഈ ഭൂമിക്ക് എന്ത് പറ്റും എന്നുള്ളതൊക്കെ ആ പഠനമാണ് എസ്കറ്റോളജി എന്ന് പറയുന്നത്, അവസാന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം. അതിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് കർത്താവിൻ്റെ ആദ്യ വരവും രണ്ടാം വരവിൽ അത് ചില കാര്യങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. അവൻ രണ്ടാം വരും
എന്നുള്ളതും വളരെ ശക്തമായ ഉപദേശമാണ്. ഞാൻ അതിനെക്കുറിച്ച് അല്പം ഒന്ന് പഠിക്കുകയുണ്ടായി, എന്നാൽ അതൊന്നും കൂടുതൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കർത്താവ് ആദ്യ വരവിൽ നമ്മൾ വന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ, നമ്മൾ ശുദ്ധീകരിക്കാൻ, നമ്മൾ ദൈവത്തിൽ അടുപ്പിക്കാനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഏറ്റവും വലിയ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള അറിവായിരിക്കും. അത് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാം വരവുണ്ട്, അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. എന്നാൽ ഈ രണ്ടാമത്തെ വരവിൽ അതിന് രണ്ട് ഭാഗങ്ങളുള്ളതായിട്ടൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നു. ഒന്ന് സഭയ്ക്ക് വേണ്ടി വരും, അതിനാണ് നമ്മൾ ഉൽപ്രാപണം എന്ന് പറയുന്നത്, റാപ്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയും. രണ്ടാമതായിട്ട് കർത്താവ് ഇസ്രായേലിന് വേണ്ടി വരും. അവരെ എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്, അതിനുവേണ്ടി വരും. അതാണ് രണ്ടാം ആഗമനം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പാപങ്ങളെ ഒരിക്കൽ അർപ്പിച്ചു എന്നുള്ളതും വളരെ ശക്തമായ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രായ ലേഖനം പറയുന്നത്, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതിൽ വിശ്വസിക്കുന്ന നാം അധരബലം എന്ന അർപ്പണം നടത്തണം. അധരബലം എന്ന അർപ്പണം നമ്മൾ വായ കൊണ്ട് ഏറ്റുപറയണം ദൈവസന്നിധിയിൽ. ദൈവമേ, നിൻ്റെ പുത്രൻ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമേ അർപ്പിച്ചു എന്നുള്ളത് ഞാൻ ഏറ്റുപറയുക. അത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണ് പറയുക. നമ്മുടെ ഉത്തരവാദിത്വമാണത്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിലും ഒക്കെ നമ്മൾ സ്മരിക്കേണ്ട ഒരു വിഷയമാണ്. അധരബലം എന്ന ഒരു പ്രൈസ് ഓഫ് വർഷിപ്പ് വിത്ത് അവർ ലിപ്സ്. 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം പ്രകാരമാണ്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. പക്ഷെ എന്നാൽ അതിന് പകരം നമ്മളെന്ത് ചെയ്യുന്നത്? ഇന്ന് കുർബാനയാണ്. അധരഫലത്തിന് പകരം ഇന്ന് ഇതെത്രയോ വിചിത്രമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് അത് വാസ്തവത്തിൽ വേദപുസ്തകം വായിക്കാതെ മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിനോ, ദൈവത്തിൻ്റെ വചനത്തിനോ, ദൈവത്തിൻ്റെ ക്രിസ്തുവിനോ, അവൻ്റെ കാൽവരി മരണത്തിനോ, അതിൻ്റെ ഫലങ്ങൾക്കോ യാതൊരു വിലയില്ലാത്ത സഭകൾ തന്നെ. എത്രയോ ശോചനീയമായ അവസ്ഥയാണ്. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ദൈവത്തെ നമ്മുടെ ആദരം കൊണ്ട് സ്തോത്രം ചെയ്യാനും യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നൊരു അധരഫലം അവൻ അർപ്പിക്കാനും നമ്മൾ യോഗ്യരാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. സംക്ഷേപമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ശരിയായ വാസ്തവമായ ആത്മീയ ജീവിതത്തിന് ഗുണകരമായ ഉപദേശങ്ങളെ പഠിക്കാൻ, മനസ്സിലാക്കുവാൻ, പഠിക്കുന്ന കാര്യത്തിൽ മനസ്സിലാക്കുവാൻ, അത് വിശ്വസിക്കുവാൻ, വിശ്വസിച്ചവർ വിശ്വാസം കാപ്പാൻ, സൂക്ഷിക്കുവാൻ, കരുതുവാൻ ദൈവം സഹായിക്കട്ടെ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഈ സുവിശേഷം കേട്ട്, ഈ കർത്താവിനെക്കുറിച്ചുള്ള വിശേഷം കേട്ട്, നല്ല വാർത്ത കേട്ട് നമുക്ക് ശുദ്ധിയും നമ്മുടെ പാപങ്ങളെ ചുമന്നവനും നമ്മുടെ പാപപരിഹാരം വരുത്തിയവനെ കർത്താവിൽ വിശ്വസിക്കാൻ തക്കമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ അത് പ്രധാനപ്പെട്ടത് തന്നെയാണെങ്കിലും ഇതിൽ പരമപ്രധാനമായിരിക്കുന്നത് നമ്മുടെ ആത്മീയ രക്ഷ തന്നെയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്ന് വിരാമമിടാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ വചനത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ തന്നെക്കുറിച്ചും തൻ്റെ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ചും തൻ്റെ മഹത്വത്തിനായിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ചും പുത്രനിൽ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അത് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, വിശ്വസിക്കുവാൻ ഇതിന് പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.